അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ വന്നത് ഒരു മാങ്ങ കൊണ്ടുള്ള ഡിഷും കൊണ്ടാണ്. എൻ്റെ ഫൈക്കോസിന് സ്കൂളിൽ ഹിന്ദി ബുക്കിൽ മാങ്ങയുടെ ഒരു ചാപ്റ്റർ ഉണ്ട് പോലും. അതിനോടനുബന്ധിച്ച് മാങ്ങയുടെ എന്തെങ്കിലും ഡിഷസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു മെസ്സേജ് വന്നു. ഫൈക്കോസിന് 2-3 ദിവസമായിട്ട് നല്ല പനിയാണ്. കുറവുണ്ട് പനിക്ക്, പക്ഷെ ക്ഷീണം വിട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞയക്കണ്ട സ്കൂളിൽ നിന്ന്. പക്ഷെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി വരണമെന്ന് പറഞ്ഞപ്പോൾ ആള് ഭയങ്കര ഷാഡിയായിരുന്നു. ഇന്നെന്തായാലും എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച് എന്നെ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിപ്പിച്ച് ആള് വിട്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി മാങ്ങ കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷാണ്. ഞാനിവിടെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തത്. അത് മിക്സിയുടെ ജാറിലിട്ട് പാലും പഞ്ചസാരയും ചേർത്ത് വെള്ളമില്ലാതെ നന്നായി അടിച്ചെടുത്തു. ഇതിലേക്ക് ആവശ്യമുള്ളത് ചൈന ഗ്രാസ് ആണ്. ഞാനിവിടെ കറക്റ്റ് 500 പാലാണ് എടുത്തത്. കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു. അതിന്റെ ബാക്കി ബാലൻസ് ഈ പാത്രത്തിലേക്ക് മാറ്റി അത് ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. ഇനി നമ്മൾ തീരെ വെള്ളമില്ലാതെ മിക്സ് ചെയ്ത മാംഗോ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ശരിക്കും 2 മാങ്ങയെ എടുത്തുള്ളൂ. കാരണം മിസ് അയച്ച മെസ്സേജ് ഞാൻ രാത്രിയിലാണ് കണ്ടത്. മിസ് വൈകിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോണ് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഒരു കാരണമുണ്ട് കേട്ടോ. മോളെ പിറ്റേ ദിവസം സ്കൂളിൽ പറഞ്ഞയക്കേണ്ട എന്നുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ഫോൺ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ മോള് ഈ ഒരു മെസ്സേജ് കണ്ട ഉടനെ നാളെ ഞാൻ എന്തായാലും സ്കൂളിൽ പോവും, എനിക്ക് എന്തായാലും ഡിഷ് ഉമ്മ ഉണ്ടാക്കി തരണം, ഭയങ്കര വാശിയായി കരച്ചിലായി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞയക്കാമെന്ന്. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഭാഗ്യത്തിന് ചൈന ഗ്രാസ് വീട്ടിലുണ്ടായിരുന്നു. 2 മാങ്ങ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, വലിയ മാങ്ങ ആയിരുന്നു ഉള്ളത്. അങ്ങനെ ഞാൻ നന്നായി ഇത് മിക്സ് ചെയ്ത് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന്റെ തൊട്ടടുത്ത അടുപ്പത്ത് ഞാൻ ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റായി വന്നതിന് ശേഷം 2ഉം ഒരേ ചൂടിൽ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാംഗോന്റെ പാത്രത്തിലേക്ക് ചൈന ഗ്രാസ് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഇതിൽ കണ്ടൻസ് മിൽക്കും കൂടി ആഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതും കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. അത് നമ്മൾ മലയാളികളുടെ മാത്രം പ്രത്യേകതയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ശരിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മാംഗോ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തും കൂടി അതിലേക്ക് ചേർക്കുന്ന സമയത്ത് നല്ല ഒരു തിക്നെസ് ഉണ്ടാകും. ഇത് ചൂടോട് കൂടി തന്നെ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. അവൾക്ക് കൊണ്ടുപോകാനുള്ളൊരു ബൗളാണിത്. അതിലേക്ക് മാറ്റി അതിൻ്റെ ബാക്കി നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്കും ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാങ്ങയുടെ ചെറിയൊരു പീസ് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇതിൻ്റെ മുകളിൽ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തയ്യാറായിട്ടുണ്ട്. ഇത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ രാത്രി ഒരു 10 മണി സമയത്ത് ഒന്നുമില്ലാത്തത് കൊണ്ട് ഉള്ള മാങ്ങ വെച്ചുകൊണ്ട് മാത്രം ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതാണിത്. മാങ്ങ കൊണ്ട് വെറൈറ്റി ഓരോ ഐറ്റംസും നമുക്ക് ഉണ്ടാക്കാം. എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ അവൾ ഹാപ്പി ആയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. സ്കൂളിലേക്ക് വന്നതിൻ്റെ ബാലൻസ് ഞാൻ വീട്ടിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മറ്റു 2 പേരും ഹാപ്പിയായി. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ഞാനതെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. രാവിലെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ മോളെ സ്കൂളിലേക്ക് അത് കൊടുത്തു വിട്ടു. അപ്പോൾ എൻ്റെ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ.